കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാഗത്തറയിലേക്ക് ഗാഥയെ കൂട്ടിക്കൊണ്ടുവന്ന് സുമിത്ര ഗാഥയോട് കണ്ണടച്ച് ഭഗവാനോട് എല്ലാ മനസ്സിലെ ഭാരം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുവാണ്. അങ്ങനെ അവർ രണ്ടാളും ഭഗവാന് മുമ്പിൽ കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുവാണ് കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സുമിത്ര പറയണേണ്, നാഗത്തറയിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാന് വേണ്ടി പൂജിച്ച് വെച്ചിരിക്കുന്ന ഈ മഞ്ഞളുണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ താലി ചാർത്തണം. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രമായിട്ടുള്ള ഒന്നാണ് താലി എന്ന് പറയുന്നത്. നമ്മൾ അമ്പലത്തിൽ പോയാലും രാവിലെ ഉണരുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ആ താലി കണ്ണി വെച്ച് പ്രാർത്ഥിച്ച് വേണം അതിന് പവിത്രമായിട്ട് സൂക്ഷിക്കാൻ. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന സമയം ഈ നാഗത്തറയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് ശരിക്കും ഭയം തോന്നിപ്പോകും. ആ സമയത്തൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് എൻ്റെ മനസ്സും ആകെ പേടിച്ച് വല്ലാതെ ആയി പോയിട്ടുണ്ട്. അന്നേരം ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ മനസ്സിലും ഭയം മുഴുവൻ മാറ്റിയത് ഈ ഭഗവാൻ തന്നെയാണ്. അതുപോലെ മോളും മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. മോളുടെ ഭയം മാറി മോളുടെ ജീവിതത്തിലും എപ്പോഴും സന്തോഷം ഉണ്ടാകും. മോളുടെ താലി കാണിക്ക്, അമ്മയ്ക്കും മഞ്ഞൾ താലിയിൽ വെച്ച് തരാം. അങ്ങനെ പറഞ്ഞ് സുമിത്ര ആ തട്ടിൽ നിന്ന് കുറച്ച് മഞ്ഞൾ എടുക്കുവാണ്. അന്നേരം ഗാഥ താലി ഇങ്ങനെ പുറത്തേക്ക് കാണിച്ച് പിടിക്കുവാണ് കേട്ടോ. ഈ സമയം മഞ്ഞൾ താലിയിൽ തൊടാൻ തുടങ്ങുന്ന ആ സമയത്ത് അവർക്ക് മുമ്പിലൊരു സർപ്പം വന്ന് നിൽക്കുവാണ്. സർപ്പത്തിനെ കാണുന്നതും രണ്ടുപേരും അങ്ങ് ഭയന്നു പോകുവാണ്. ഗാഥയാണെങ്കിൽ അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് അലറി വിളിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം ആ പാമ്പും താഴത്തേക്ക് എഴഞ്ഞ് ഗാഥയുടെ പിന്നാലെ കുറച്ച് ദൂരം ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഭയത്തോടെ നിൽക്കുവാണ് സുമിത്ര. ഈ സമയം ഗാഥയാണെങ്കിൽ ജീവനും കൊണ്ട് ഓടി അകത്തേക്ക് കയറുവാണ്. അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് അവിടെയെല്ലാം തട്ടിത്തടഞ്ഞ് വീണ് താഴെ ബോധമില്ലാതെ കിടക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥയുടെ ബഹളമൊക്കെ കേട്ടിട്ട് അവിടെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശിയും അതുപോലെ കീർത്തി നിർമ്മലയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അങ്ങനെ ഗാഥ അവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. ഈശ്വര ഗാഥമോള് എന്നും പറഞ്ഞ മുത്തശ്ശി ഓടിച്ചെന്ന് ഗാഥമോളെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. അന്നേരം സുമിത്ര അങ്ങോട്ടേക്ക് വന്ന് അവർ രണ്ടാളും ചേർന്ന് ഗാഥമോളെ വിളിച്ചെണീപ്പിക്കുവാണ്. ഈ സമയം നിർമ്മലയും കീർത്തിയൊക്കെ ചുറ്റും നോക്കുവാണ്. അന്നേരം കണ്ണു തുറന്ന ഗാഥ പേടിച്ച് വീണ്ടും നിലവിളിക്കുക, അയ്യോ പാമ്പ്, ഇവിടെ പാമ്പുണ്ട്. ഈ സമയം നിർമ്മല പറയണേ, എവിടെ പാമ്പുണ്ടെന്നാണ് പറയുന്നത്? ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവളെന്ത് ഭ്രാന്തൊക്കെ പറയുന്നത്? ഇതുപോലെ വായി തോന്നുന്ന പിച്ചും പേയിടുന്ന് പറയും, എന്നിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാലോ അത് വലിയ കുറ്റവുമാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്താ നിർമ്മലെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സുമിത്രേ എന്താ പറ്റിയത്? ഗാഥമോള് വീണ്ടും പാമ്പിനെ കണ്ടോ? അതെ അമ്മേ, ഗാഥമോള് മാത്രമല്ല ഞാനും കണ്ടു. ഞങ്ങൾ രണ്ടാളും നാഗത്തറയിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ആ പാമ്പ് വന്നത്. പാമ്പ് ഗാഥമോളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം ഗാഥ കരഞ്ഞോട് ചോദിക്കണേ, എന്താ മുത്തശ്ശി ഇത്? ഇവിടുത്തെ നാഗശാപമൊന്നും തീർന്നിട്ടില്ലേ? ആ പാമ്പ് ഇപ്പോൾ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ആ പാമ്പ് എന്നെ കൊല്ലുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ച് കരഞ്ഞിരിക്കുവാണ് കേട്ടോ ഗാഥ. അന്നേരം കീർത്തി നിർമ്മലയും കൂടിയാണെങ്കിലോ ഗാഥയുടെ പേടി കുറച്ചുകൂടി അങ്ങ് കൂട്ടുവാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എത്ര പൂജ ചെയ്തിട്ടും നാഗശാപം കുടുംബത്തെ വിട്ടു മാറിയിട്ടില്ല. ഇപ്പോഴും പാമ്പ് ഗാഥയുടെ പിന്നാലെ തന്നെയല്ലേ ഉള്ളത്. ഇനി എപ്പോഴാണ് ആ പാമ്പ് കൊത്തി ഗാഥ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുന്നതെന്തോ. നിർമ്മലേ, നീ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ടോ? ഓ, അല്ലെങ്കിലും ഞാനും എൻ്റെ മോളും എന്തെങ്കിലും പറയുന്നതാണല്ലോ കുറ്റം. ഇവിടെ നടക്കുന്നതൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ ദേഷ്യത്തിലകത്തേക്ക് പോകുവാണ്. ഈ സമയം സുമിത്ര ചോദിക്കണേ, അമ്മേ എന്താ ഇതൊക്കെ? ഇതിനൊരു പരിഹാരം ഇനി എന്നാ ഉള്ളത്? മോൾക്ക് കുറച്ച് നേരം പോലും സമാധാനം ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സമയം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും ഞാൻ ജോത്സ്യനെ കാണാം. ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിലും എന്നാണെങ്കിലും ഇതിനൊരവസാനം വേണമല്ലോ. അത് എത്രയും പെട്ടെന്ന് തന്നെ ആക്കാനാണ് എൻ്റെ തീരുമാനം. അങ്ങനെ പറഞ്ഞ മുത്തശ്ശിയും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുവാണ്. അന്നേരം സുമിത്ര ഗാഥയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണേ, മോള് വിഷമിക്കേണ്ട, അമ്മ ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തും. മുത്തശ്ശി വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, മോള് ധൈര്യമായിട്ടിരിക്കും. അന്നേരം സുമിത്രയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി നന്ദനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്. മുത്തശ്ശി പറയണേ, ഗാഥ മോളെ ഒരു കാരണവശാലും ഇവിടെ ജീവിപ്പിക്കില്ല എന്ന് നാഗദൈവങ്ങൾ സൂചന തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പകരമായിട്ട് ഇതെല്ലാം നമ്മൾ കൺമുമ്പിൽ കാണേണ്ടി വരുന്നത്. അന്നേരം നന്ദൻ പറയണേ, അത് പിന്നെ സത്യമാണല്ലോ. കൃഷ്ണയാണ് നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടത്. കൃഷ്ണയ്ക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയുകയില്ല. സർപ്പശാപം മാറ്റി നാഗത്തിൻ്റെ അനുഗ്രഹമുള്ള ആ പെൺകുട്ടിക്ക് മാത്രമല്ലേ നവീൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂ. കൃഷ്ണമോളുടെ ഒരു സമ്മതം കിട്ടിയിരുന്നെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അതിന് പറ്റിയ സാഹചര്യമല്ലല്ലോ അമ്മേ. സത്യം പറഞ്ഞാൽ ഗാഥയുടെ കാര്യം ഓർക്കുമ്പോഴും സങ്കടമാണ്. ഗാഥമോൾക്ക് നവീനോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായിട്ടുള്ളതാ, സത്യസന്ധമായ ഇഷ്ടമുള്ളത്. എന്നിട്ടും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തിന് നവീൻ്റെ മുറി കുറച്ച് സമയം സമാധാനത്തോടെ നിൽക്കാൻ പോലും ആ കുട്ടിക്ക് പറ്റുന്നില്ലല്ലോ.
സർപ്പശാപമൊക്കെ മാറിയെങ്കിലും മറ്റൊരു പെൺകുട്ടിയുടെ മരണത്തിന് കൂടി നമ്മുടെ കുടുംബം സാക്ഷ്യം വഹിക്കേണ്ടി വരുമോയെന്ന എൻ്റെ പേടി. അന്നേരം മുത്തശ്ശി വരണേ, എന്താണെങ്കിലും ഞാൻ ഉടനെ തിരുമേനിയെ ഒന്ന് ചെന്ന് കാണാം, ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കാം. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പൂജാരിനെ കാണാനായിട്ട് എത്തുന്നതാണ്. അങ്ങനെ സരസ്വതി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും പ്രശ്നം വെച്ച് നോക്കി തിരുമേനി പറയുന്നതൊക്കെ കേട്ടിട്ട് ചില ദുസൂചനകളുള്ളത്. നാഗശവം മാറി എന്നുള്ളതിന് സംശയമില്ല. അതിന് നാഗദേവങ്ങൾ തന്നെ നമുക്ക് സൂചന തന്നിട്ടുള്ളതാണ്. പക്ഷേ പിന്നെയും ഇങ്ങനെ കാണിക്കുന്ന അനർത്ഥങ്ങൾക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ. വരാനിരിക്കുന്ന എന്തോ ഒരു ആപത്തിൻ്റെ മുൻകരുതലായിട്ടാണ് ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. പിന്നെ ഇപ്പോൾ നാഗത്തെ കാണുന്നത് ഗാഥയാണെങ്കിലും സത്യത്തിൽ അതിൻ്റെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് സത്യത്തിൽ പൂജ ചെയ്ത ആ പെൺകുട്ടിക്ക് തന്നെയാണ്. ആ പെൺകുട്ടിക്ക് വരാനിരിക്കുന്ന ഒരു അപകടമാണ് നമുക്ക് മുമ്പിൽ ഇടയ്ക്കിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാഗം. എന്താണെങ്കിലും ശിവരാത്രിയാണല്ലോ വരാനിരിക്കുന്നത്. ശിവരാത്രി ദിവസം നാഗപ്രീതിയുള്ള ആ പെൺകുട്ടി ഒരു പ്രത്യേക പൂജ അനുഷ്ഠിക്കണം. ശിവഭഗവാനിൽ മുഴുവനായി അർപ്പിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ അന്നേ ദിവസത്തെ പൂജകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഭർത്താവായ നവീനൊപ്പം ക്ഷേത്ര ദർശനം നടക്കണം. എന്നാലേ പൂജ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാകുകയുള്ളൂ. പൂജയിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമേ ഈ അനർത്ഥങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം സരസ്വതിയമ്മേ, പറഞ്ഞ കാര്യങ്ങൾ ആദ്യം എത്രയും പെട്ടെന്ന് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ നോക്കൂ. പിന്നീട് കാണിക്കുന്നത് സോഫയിൽ പേടിച്ച് വിറച്ച് കാലൊന്നും നിലത്ത് വെക്കാൻ പോലും ഭയന്ന് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന ഗാഥേനെയാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന നിർമ്മലക്കും കീർത്തിക്കും ചിരി വരുവാണ്. രണ്ടാളും ഗാഥയെ ഒന്നുകൂടി ഒന്ന് പേടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗാഥയുടെ അരികിലേക്ക് വന്ന് മിണ്ടാതെ നിൽക്കുവാണ്. എന്നിട്ട് കീർത്തി പറയണേ, അയ്യോ അമ്മേ, ദേ അതൊരു പാമ്പല്ലേ, അയ്യോ പാമ്പ് എവിടെ എവിടെ എന്നും പറഞ്ഞ് ഗാഥയാണെങ്കിൽ അങ്ങ് പേടിച്ചു വിറക്കുവാണ്. ഈ സമയം നിർമ്മല പറയണേ, ഒന്ന് പോടി, അത് പാമ്പൊന്നുമല്ല, അതെന്തോ വള്ളിയാണെന്നാണ് തോന്നുന്നത്, നീ ചുമ്മാ പാമ്പെന്നൊക്കെ പറഞ്ഞ് ഗാഥ മോളെ പേടിപ്പിക്കല്ലേ. എന്നാലും തുടരെ പാമ്പിനെ കണ്ടിട്ടും ഇവിടെ ശാപമൊന്നുമില്ല, സർപ്പശാപമെല്ലാം തീർന്നു എന്നും പറഞ്ഞ് ഗാഥമോൾ ഇവിടെ അവർ പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ. അതോർക്കുമ്പോൾ എനിക്ക് സങ്കടം. ഇതെല്ലാം പറഞ്ഞ് സിത്താരയും ഗാഥ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് അത്ഭുതം. അല്ലെങ്കിലും മക്കളെ കാശുള്ള വീട്ടിലേക്ക്, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ എന്ത് സഹിച്ചിട്ടാണെങ്കിലും അവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് ഏതമ്മമാരെ വിചാരിക്കൂ. അത് കാശുള്ള അമ്മമാരാണെങ്കിലും ശരി, കാശില്ലാത്ത അമ്മമാരാണെങ്കിലും ശരി. അന്നേരം കീർത്തി ചോദിക്കണേ, അല്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു തറവാടിൻ്റെ പേര് പറയുമല്ലോ, എന്താണ്, ചെമ്പടയോ? ഓ ചെമ്പറത്ത്. ആ അതിൻ്റെ കാര്യമൊന്നും നീ ഇപ്പം സംസാരിക്കാൻ നിൽക്കേണ്ടെന്നേ. ഒന്നാമത് ഗാഥ മോളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക. അന്നേരം ഗാഥ ചോദിക്കണേ, എന്താ അത്, എനിക്കറിയണം, എന്താ അത്? അന്നേരം നിർമ്മല പറയണേ, ഓ അത് മറ്റൊന്നുമല്ല, നമ്മുടെ പോലെ നാഗശല്യമൊക്കെയുള്ള ഒരു തറവാടായിരുന്നു അതും. അവിടുത്തെ വന്നു കയറി വന്ന മരുമകളെ 20 ദിവസത്തിനകം പാമ്പ് കൊത്തിക്കൊന്നു. വെറുതെ ഒന്നുമല്ല, 1-2 പാമ്പുമല്ല ഉള്ളത്, 1-ലധികം പാമ്പുകൾ ഒരേ സമയം വന്നായിരുന്നു കൊത്തിയത്. ദേഹമെല്ലാം നീലച്ച്, ഓർക്കുമ്പോൾ തന്നെ ശരീരത്തിനൊരു വിറവലാണിത്. അന്നേരം കീർത്തി പറയണേ, ഗാഥ പേടിക്കൊന്നും വേണ്ട, ഇവിടെ അങ്ങനെ 10-100 പാമ്പൊന്നുമില്ലല്ലോ, ഒരൊറ്റ പാമ്പേ ഉള്ളൂ, ഒറ്റ കൊത്താണ്, ഒറ്റ കൊത്തി എല്ലാവരും തീർന്നു എന്നാണ് ഇവിടുത്തെ ശാപത്തിൻ്റെ കഥയിൽ കേട്ടിട്ടുള്ളത്, അല്ലേ അമ്മേ? പിന്നല്ലാതെ. അതെല്ലാം കേട്ട് ഭയന്ന് വരച്ചിരിക്കുവാണ്ടോ ഗാഥ. ഈ സമയം അങ്ങോട്ടേക്ക് സുമിത്ര വരുമായിരിക്കും. അന്നേരം നിർമ്മലയും കീർത്തിയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ഗാഥമോളെ പേടിപ്പിക്കുന്നത് സുമിത്ര കാണുവാണ്. അതെ, എന്താ ഇതൊക്കെ, നിങ്ങളെന്താ രണ്ടാളും കൂടി ചേർന്ന് ഗാഥമോളെ പേടിപ്പിക്കുവാണോ? എൻ്റെ സുമിത്രയെ, ഗാഥമോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമല്ലേ, വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടി വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് കൂട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അതിന് സുമിത്ര എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളല്ലേ വന്ന അരികിലിരിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മോളോട് പറഞ്ഞു കൊടുത്ത് മോളുടെ മനസ്സിൽ വീട്ടിൽ പേടി നിറക്കും. അതിനുള്ള വഴികളെ നിങ്ങൾ നോക്കുകയുള്ളെന്നറിയാം. നിങ്ങളിപ്പോൾ ഇത്ര നേരം കൂട്ടിരുന്ന് മോളുടെ മനസ്സ് എത്രത്തോളം തകർത്തു എന്ന് മോളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. മോളകത്തേക്ക് വാ, നമുക്ക് റൂമിൽ പോയിരിക്കാം. വിഷപ്പാമ്പുകൾക്കിടയിലും നിൽക്കുന്നതിനേക്കാളും വിഷമാണ് ഇവരുടെ ഒപ്പം നിന്നാൽ. മോള് വാ എന്ന് പറഞ്ഞ ഗാഥേനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്ടോ സുമിത്ര. ഈ സമയം കീർത്തി പറയണേ, അമ്മേ നമ്മൾ പറഞ്ഞതെല്ലാം അവൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ അല്ലാതെ അവളുടെ മുഖം ഇരിക്കുന്ന കണ്ട അറിഞ്ഞൂടെ, വെളുത്ത് ചോര ചത്ത പോലെയല്ലേ ഇരിക്കുന്നത്, പാമ്പുകളെ കൊണ്ടുപോലും ചെയ്യാൻ പറ്റാത്തതല്ലേ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് റൂമിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന ഗാഥേനെ ഉണ്ടോ കാണിക്കുന്നത്. റൂമിലെത്തിയിട്ടും സമാധാനം ഇല്ലാതെ ഗാഥ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം സുമിത്ര ഒരു കവറുമായിട്ട് ഗാഥയുടെ അരികിലെത്തുക. മോളെ, ഇത് നവീൻ്റെ ഒപ്പം അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ വന്ന മരുന്നാ, ഇതിൽ ഒരെണ്ണമെടുത്ത് കഴിച്ചിട്ട് മോള് സമാധാനത്തോടെ കിടന്നു തുടങ്ങുക. അന്നേരം ഗാഥ ചോദിക്കണേ, നമ്മൾ രണ്ടുപേരും പാമ്പിനെ കണ്ടില്ലേ, എന്നിട്ടും എനിക്ക് മാത്രം തലയ്ക്ക് സുഖമില്ല എന്ന് അമ്മ അങ്ങ് തീരുമാനിച്ചോ? മോളെ, ഇത് അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല അമ്മ പറഞ്ഞത്. മോളുടെ മനസ്സിൽ പേടിയാണല്ലോ, ആ പേടി മാറാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമല്ല പാമ്പിനെ കണ്ടത്, അമ്മയും പാമ്പിനെ കണ്ടതല്ലേ, അപ്പോൾ അമ്മക്ക് പേടി മാറണ്ടേ?
ആദ്യം അമ്മ എന്നാ ഈ മരുന്ന് കഴിക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്ത് പറ്റി സുമിത്രേ? അത് പിന്നെ അമ്മേ, ഗാതമോള് ആകെ ഭയന്നിരിക്കുവാണല്ലോ. അപ്പോൾ നവീൻ്റെ ഒപ്പം അന്ന് പോയപ്പോൾ ഡോക്ടർ കൊടുത്താൽ മരുന്ന് കഴിക്കാൻ ഗാതമോളോട് ഞാൻ പറഞ്ഞു. അതിന് മോൾ എന്നോട് വല്ലാതെ ദേഷ്യപ്പെടുവാണ്. മോളെ ഞാൻ രാന്തിയാക്കാൻ നോക്കിയെന്നൊക്കെയാണ് പറയുന്നത്. എന്താ മോളെ ഇതൊക്കെ? സുമിത്ര പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? മോൾക്ക് ആ മരുന്ന് കഴിച്ചൂടെ? മോളുടെ നല്ലതിന് വേണ്ടിയില്ല ഞങ്ങൾ പറയുന്നത്. അങ്ങനെ എൻ്റെ നല്ലതിന് വേണ്ടി ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് തലക്ക് ഒരു കുഴപ്പമില്ല. സർപ്പശാപം മാറി എന്ന് പറഞ്ഞിട്ട് എവിടെ? ആ പാമ്പ് ഇപ്പോൾ വിടാതെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാപം മാറ്റാനായിട്ട് എന്തൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും അതിനെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? എന്നിട്ടിപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് തലക്ക് സ്ഥിരതയില്ലെന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും അങ്ങനെ സഹിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനങ്ങനെ ഒരു ഗതിയും പരഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്നൊന്നുമല്ല വന്നിരിക്കുന്നത്. ഗതമോളെ, എന്താ ഇതൊക്കെ? അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ടല്ലോ. എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവും. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ കണ്ണി കണ്ടെടുത്ത് നിന്ന് വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ ഇങ്ങോട്ട്. എല്ലാവരും കൂടി എന്നോട് കൊല്ലാനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം മുത്തശ്ശിക്കും അങ്ങ് ദേഷ്യം വരുവാണ്. മുത്തശ്ശി പറയണേ, അതിന് നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. നിനക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ പോകാം. ആരും നിന്നെ തടയാൻ പോകുന്നില്ല. സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സുമിത്ര ഗാഥയോട് പറയണേ, മോളുടെ നല്ലതിന് വേണ്ടി മാത്രമേ അമ്മ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ളൂ. മോൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അത് മോൾ മറ്റൊരു രീതിയിലാണ് കണ്ടെങ്കിൽ അമ്മക്ക് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞ് സുമിത്ര സങ്കടത്തോടെ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് സിത്താരനെ വിളിക്കുക. എന്താ മോളെ, എന്തു പറ്റി? എന്താ വിളിച്ചത് നീ? മമ്മി, കുറച്ച് നേരം കഴിയുമ്പോഴേ ഇവിടെ നിന്ന് ഒരു കോൾ ഉണ്ടാകും. അപ്പം മമ്മി എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണം. എന്താ പറ്റിയത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമല്ല. ഇവിടെയുള്ള പാമ്പ് എന്നെ കൊത്തിക്കൊന്നു എന്ന് പറഞ്ഞ് ഉടനെ ഒരു വാർത്ത വരും. അപ്പോൾ എൻ്റെ ബോഡി ഏറ്റുവാങ്ങാൻ വന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. മോളെ, എന്തൊക്കെയാണ് നീ പറയുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത് മമ്മി? ഇന്ന് രാവിലെ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ, എന്നെ നാഗത്തറയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഒരു നാഗം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല എൻ്റെ പിന്നാലെ വരികയും ചെയ്തു. എന്നിട്ടിപ്പോൾ എനിക്കിപ്പോൾ മാനസിക നില തെറ്റി ഭ്രാന്തെടുത്തിരിക്കുകയാണെന്നാണ് ഇവിടെയുള്ളവരുടെ കണ്ടുപിടുത്തം. അതിനുവേണ്ടി ഭ്രാന്തിൻ്റെ ഗുളികയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ സഹിച്ച് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല മമ്മി എന്നെ എത്രയും വേഗം വന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. ഓരോ നിമിഷവും ഭയന്ന് വെറുതെ ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി ഇവിടെ തുടർന്നു കഴിഞ്ഞാലേ അധികം വൈകാതെ ആ പാമ്പിൻ്റെ കുത്തിയിട്ട് എനിക്ക് മരിക്കേണ്ടി വരും. നിരസി തര പറയണേ, മോളെ, എല്ലാം അവസാനിപ്പിച്ച് പോരാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്? നീ പറയുന്നത് പോലെ നിന്നെ ഞാനിപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാം. അതിലെനിക്കൊരു മടിയില്ല. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ എല്ലാം ഉപേക്ഷിച്ചായിരിക്കണം അവിടെ നിന്ന് വരേണ്ടത്. പിന്നീട് ഒരിക്കലും നിനക്ക് നവീൻ്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി പോക്കുണ്ടാകാൻ പാടില്ല. എന്താ, അതിന് നീ തയ്യാറാണോ? അങ്ങനെ സിത്താരയുടെ ചോദ്യം കേൾക്കുന്നതും ദേഷ്യം വന്ന് ഗാഥ കോള് കെട്ടുകയുമാണ്. അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് കൃഷ്ണ ഭക്ഷണമൊന്നും കഴിക്കാതെ നവീൻ്റെ കൈമുറിഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അതെല്ലാം ആലോചിച്ച് ഒരു സമാധാനം ഇല്ലാതിരിക്കുവാണ് കേട്ടോ. ഈ സമയം തങ്കം കൃഷ്ണയുടെ അരികിലേക്ക് എത്തുക. മോള്, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? വാ, വന്ന് ഭക്ഷണം കഴിക്കുക. രാവിലെ മുതൽ ലോട്ടറി വിൽപ്പനയുമായിട്ട് നടന്ന് അലഞ്ഞു തിരിഞ്ഞ് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക. മുഖം ആകെ ക്ഷീണിച്ച് തളർന്ന് വാടിയിരിക്കുവാണ്. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? എന്താ കൃഷ്ണ നിനക്ക് പറ്റിയത്? നിനക്ക് എന്താ പറ്റിയെന്ന് പറ മോളെ. പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പം തന്നെ എനിക്കത് പരിഹരിച്ചു തരുമോ? നമുക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. ഒരാളവിടെ പരിക്ക് പറ്റിയിരിക്കുക. അതെന്തായി? നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. കൃഷ്ണ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ തങ്കമാണെങ്കിൽ ആലോചിച്ചിരിക്കുവാണ്. ഈ സമയം കൃഷ്ണയുടെ ഉള്ളിൽ മുഴുവൻ നവീനെക്കുറിച്ചുള്ള ചിന്തയാണ്. നവീൻ്റെ വേദന മാറിയിട്ടുണ്ടാവോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എന്നുള്ള ആകുലതകളാണ് കേട്ടോ കൃഷ്ണയുടെ മനസ്സ് മുഴുവൻ. കൃഷ്ണയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച നവീനോടുള്ള അടങ്ങാത്ത പ്രണയമെല്ലാം പതിയെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്